ഞാൻ ആ വീൽ ചെയറിലിരുന്ന് 10-60 ദിവസം അഭിനയിച്ചപ്പോൾ ഞാൻ 5 കിലോ ഓട്ടോമാറ്റിക്കലി എൻ്റെ വണ്ണം കൂടി. എൻ്റെ സിനിമകൾ എൻ്റെ കുട്ടികളെ പോലെയാണ്. ബിക്കോസ് ഈ മാളികപ്പുറം എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ഞാനാണെന്നും മറ്റേ പൈസ ഇവിടെ നിന്നെടുത്തും ഞാൻ മതത്തെ വിറ്റ് കാശുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പടത്തിൽ ഫുൾ പൈസ പോലും മേടിച്ചിട്ടില്ല. ഞാൻ ഇതിൽ ജസ്റ്റ് ഒരു ആക്ടർ മാത്രമായിരുന്നു. പൈസയും എല്ലാം ഉണ്ടാക്കി പോയത് വേറെ ആൾക്കാരാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻ. ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അറിയില്ല, അതിനേക്കാളും കൂടുതൽ എനിക്കൊരു എൻ്റെ മനസ്സിലൊരു തൃപ്തി ഉണ്ടായത് ഈ പരശുരാം എക്സ്പ്രസ്സിൽ എൻ്റെ ഒരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത, ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മോഹൻസിൻ പരാരിയുടെ ഫസ്റ്റ് അവിടെ ഒന്നും ചെയ്യില്ല. സിനിമ വേറെ, പൊളിറ്റിക്സ് വേറെ, മതം വേറെ. ഐ വിൽ ഗ്യാരണ്ടി യു എൻ്റെ സ്പെഷ്യലി ഏബിൾഡ് സുഹൃത്തുക്കൾ ഈ സിനിമ കാണുമ്പോൾ ദേ വിൽ ഹാവ് ഗൂസ് ബംസ് മൊമെൻറ്റ്സ്. ഇന്നത്തെ ഷെമിൻ സ്റ്റുഡിയോയിൽ ഉണ്ണി മുകുന്ദൻ. ഹായ് ഉണ്ണി. ഹായ് ഷെമിൻ. ഹായ്. നമ്മളൊരു 14 വർഷം മുമ്പ് കണ്ടിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ്റെ ഐ ലവ് മീ എന്നുള്ള സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത്. അതിനുശേഷം ഈ 14 വർഷത്തിന് ശേഷം ഒരു ആക്ടർ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഉണ്ണി എവിടെ എത്തിയിട്ടുണ്ട്? നിങ്ങൾ പറയണം, നിങ്ങളാണ് എന്നെ കണ്ടേക്കണത്. സോ ആസ് എൻ ആക്ടർ ഐ തിങ്ക് ഐ ഹാവ് ഇവോൾവ്ഡ്. എൻ്റെ കുറച്ച് എനിക്ക് മൊത്തത്തിൽ ഈ ഫീൽഡിനോട് ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ട്. ആൻഡ് ഐ ഫീൽ ദർ ഇസ് എ സെൻസ് ഓഫ് കൺട്രോൾ. പിന്നെ മൊത്തത്തില്ല തുടക്കം ഞാനിപ്പോൾ നോക്കുമ്പോൾ അന്നൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ. ഇപ്പോൾ എല്ലാം ഉണ്ടായിരുന്നില്ല, ബട്ട് ഐ ഫീൽ വളരെ പോസിറ്റീവായ മാറ്റങ്ങളാണ് സംഭവിച്ചേക്കണത്. എനിക്ക് 10-40 സിനിമകൾ ചെയ്തു ഞാൻ, നോട്ട് ഇൻ ജസ്റ്റ് മലയാളം. തമിഴിലിപ്പോൾ ഞാൻ ഈ 13 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തമിഴിൽ എനിക്കൊരു റീ എൻട്രി പോലെ ഗരുഡൻ എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്, വെട്രിമാറൻ സാറും ദുരൈ സിന്ധിൻ്റെ കൂടെ. ആൻഡ് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ഞാൻ ഈ ജയഗണേഷ് എന്ന പുതിയ സിനിമയിലൂടെ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. പ്ലേ ബാക്ക് സിംഗർ, കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എൻജോയിങ് മൈ ലൈഫ്. പാടുന്നുണ്ട്. പ്ലേ ബാക്ക് സിംഗറും പാടുന്നുണ്ടെന്നല്ല, ഇങ്ങനെ സിനിമ നടനായതുകൊണ്ട് നമുക്ക് ചില ഒരു പേർക്സ് കിട്ടുമല്ലോ. ലൈക്ക് നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടില്ല ഒരു സിംഗർ എന്ന നിലയിൽ, ബട്ട് പാടാനുള്ള അവസരം കിട്ടി. എനിക്കിഷ്ടമാണ് മ്യൂസിക്കൊക്കെ. സോ സിനിമയുടെ പല മേഖലകളിൽ കൈവെക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അതെവിടെ എത്തി? അത് ആക്ച്വലി ഐ എം റെഡി സിൻസ് ദി ലാസ്റ്റ് 5 years. പിന്നെ എൻ്റെ ഈ ആക്ടിങ് കമ്മിറ്റ്മെൻറ്റ്സും ഇതെല്ലാം ഒന്ന് ഒത്തു വരണം. ഇറ്റ്സ് നോട്ട് വെരി സ്മൂത്ത് ആക്ച്വലി. ഞാൻ റെഡിയാണ്, എനി ടൈം സംഭവിക്കും. ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ ആണെങ്കിലും ഒരു വലിയ ഇന്ന സമയത്ത് പ്ലാൻ ചെയ്ത് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. ഞാൻ 2015 മുതൽ ഞാൻ വിചാരിച്ചതാണ് ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. പക്ഷേ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ടു ഫാർ ഫെച്ച്ഡ് ബാക്ക് ദെൻ. പക്ഷെ അങ്ങനെ ഒരു തോട്ട് നമ്മൾ സീഡ് ചെയ്യുമ്പോഴാണ് പിന്നീട് ഏതെങ്കിലും സമയത്ത് അത് സംഭവിക്കാം. സോ ഡയറക്ഷനും അങ്ങനെ തന്നെ ആയിരിക്കും. ഐ ആം റെഡി, എനിക്ക് വേണമെങ്കിൽ നാളെയും ഷൂട്ട് ചെയ്യാം. പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഓൾ ഹാസ് ടു ഹാപ്പൻ. ബട്ട് കഥ പറയാൻ ഇഷ്ടമാണ് അല്ലേ? അതെ. ഈ ജയഗണേഷിലേക്ക് വരുമ്പോൾ പ്രൊഡക്ഷനും ഉണ്ണിയും കൂടെ കൂടിയാണ്. അപ്പോൾ നമുക്ക് ജയഗണേഷ് കാണുമ്പോൾ ഒരു വീൽ ചെയറിലാണ്, പക്ഷേ ഒരു സൂപ്പർ പവർ കിട്ടുകയാണോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ട്രെയിലർ. എന്താ ക്യാരക്ടർ? എന്താ ക്യാരക്ടർ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഇതുവരെ കേട്ടതിൽ വെച്ച്, ദാറ്റ് ഈസ് പോസ്റ്റ് മാളികപ്പുറം, ഞാൻ വാസ് ബ്ലെസ്ഡ് ദാറ്റ് ഒരുപാട് കഥകൾ എന്നിലേക്ക് എത്തി. ഏകദേശം 1 വർഷത്തോളം നമ്മൾ കഥ മാത്രം കേട്ടുകൊണ്ടിരുന്നത്. അതാണ് എനിക്ക് 2023 ഒരു റിലീസും ഒന്നും ഉണ്ടായില്ല. സോ മാളികപ്പുറം 2022 ഡിസംബറിൽ റിലീസായതിനു ശേഷം ഈ 2024 ജയഗണേഷ് റിലീസാവുന്നത്. സോ ഇറ്റ്സ് എ ലോങ് ഗ്യാപ്പ്. എസ്പെഷ്യലി ഒരു ഹിറ്റിന് ശേഷം ഇത്രയും ഗ്യാപ്പ് എടുക്കണമെന്ന് ഒരുപാട് പേര് ചോദിച്ചു. ബട്ട് ഐ തോട്ട് കുറച്ചും കൂടി എനിക്ക് തോന്നിയത് ഒരു പുതിയൊരു ഓഡിയൻസ് എന്നിലേക്ക് വന്നിട്ടുണ്ട്. ഒരു മെച്ചുവേർഡ് ഫാമിലി ഓഡിയൻസ്. മേപ്പടേനിലൂടെയാണ് തുടങ്ങിയത്. ഇപ്പോൾ കുറച്ചും കൂടി റെസ്പോൺസിബിളായിട്ട് ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി. അതിലും സിനിമയിൽ ഞാൻ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ട് കാണുന്ന ഒരു കാറ്റഗറി റൈറ്റിംഗ് ആണ്. ഐ മീൻ ഒരു സ്ക്രിപ്റ്റ് എഴുതുക, അത് വലിയൊരു ദൈവം നമുക്ക് എല്ലാവർക്കും ഒന്നും പറ്റില്ല. ആൻഡ് ആ സ്ക്രിപ്റ്റ് പ്രോപ്പറായിട്ട് വായിച്ച് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ലെറ്റ് us ഡു സംതിങ് ദാറ്റ് സോർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ടീം ഓഫ് ഐ ഹാവ് എ ടീം, ഇവരെല്ലാവരും ഇരുന്ന് സ്കൗട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് ജയഗണേഷിൻ്റെ സ്ക്രിപ്റ്റ്. ഐ റെഡ് ആക്ച്വലി 28th വേർഷൻ ഓഫ് ദ ഡ്രാഫ്റ്റ്. ആൻഡ് അങ്ങനെ തീരുമാനിച്ചതാണ്. ആ മാർഗം ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇപ്പോൾ രഞ്ജിത് ശങ്കർ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ഐ വാസ് വെരി ഇംപ്രസ്ഡ്. അതിനുശേഷം സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ യൂസ് ടു സിറ്റ് ആൻഡ് ടോക്ക് കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ബേസിക് ക്യാരക്ടറിൻ്റെ കുറച്ച് ഇൻഫ്ലുവൻസ് ആ ക്യാരക്ടറിലേക്ക് പുള്ളി കൊണ്ടുവന്നു വിതൗട്ട് ലൂസിങ് ദി ഇനീഷ്യൽ
high that he had when he had this story in mind. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു നല്ല കഥയിലേക്ക് എത്തി. ജയഗണേഷ് പറഞ്ഞു വരുമ്പോൾ ഐ തിങ്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ടാണ് വരാൻ പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ജെനുവിൻലി ക്യാൻ സേ ദാറ്റ് മാളികപ്പുറത്തേക്കാളും ഒരു മികച്ച സിനിമ എന്ന രീതിയിൽ ഈ ഇമോഷണൽ കണക്റ്റ് പലർക്കും പലതുപോലെയാണ്. ഒരു ആർട്ടിസ്റ്റിക് സ്പേസിൽ എനിക്ക് ലൈക്ക് ഒരു ക്യാരക്ടർ, ഇപ്പോൾ വീൽ ചെയറിൽ ഒരാൾ, എനിക്കറിയില്ലല്ലോ, നമുക്ക് ആ ഇമോഷൻ അറിയില്ല, വാട്ട് ഹാപ്പൻസ് വെൻ യു കൺഫൈൻ ടു ദിസ് സ്പേസ്. എസ്പെഷ്യലി എന്നെ പോലെ ഒരാൾ, ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കാറേ ഇല്ല. എനിക്കുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ആ വീൽ ചെയറിൽ ഇരുന്ന് 10-60 ദിവസം അഭിനയിച്ചപ്പോൾ ഞാൻ 5 കിലോ ഓട്ടോമാറ്റിക്കലി എൻ്റെ വണ്ണം കൂടി. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായെന്ന് വെച്ചാൽ ഐ റിയലൈസ് ദാറ്റ് ഈ സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാർക്ക് അങ്ങനെ ഒരു പരിധിക്ക് അപ്പുറത്ത് ഫുഡ് കഴിക്കാൻ പറ്റില്ല. നോർമൽ ഫുഡ് തന്നെ അവർക്ക് ഡേഞ്ചറസാണ്. ഇൻ ടേംസ് ദേ ഷുഡ് ബി വെരി കെയർഫുൾ ആസ് ടു വാട്ട് ദേ ഈറ്റ്. അവരുടെ ആക്ടിവിറ്റി ലെവൽ കുറവാണ്. ആൻഡ് എനിക്കറിയാം സൊസൈറ്റിയിൽ ഒരുപാട് ഇങ്ങനെ ആണെങ്കിലും ദേ സക്സസ്ഫുള്ളായ ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ഫിസിക്കൽ ലിമിറ്റേഷൻ ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റി അവർക്ക് ദേ ഷുഡ് ബി വെരി കെയർഫുൾ വിത്ത് ദിയർ ഫുഡ്. പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് സൊസൈറ്റി ഡിസൈൻ ചെയ്ത് തന്നെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ മേ ബി നോബഡി തോട്ട് ഓഫ് ഇറ്റ്, ആസ് ഇൻ അതാണല്ലോ ഇതിൻ്റെ സങ്കടം. ദാറ്റ് ഇസ് നോബഡി തോട്ട് ഓഫ് ഇറ്റ്. ദ സിറ്റി ഈസ് എൻജിനീയർഡ് ഫോർ നോർമൽ, ഇൻ കേസ് നോർമൽ എന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി. ബട്ട് അതെനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. വേറെ ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ. ആൻഡ് ഇൻ ദാറ്റ് സെൻസ് ഞാൻ പറയാം, ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിപ്പോയ ഒരു സിനിമയാണ്, ക്യാരക്ടറാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറി ലൈൻ ടു ഇറ്റ്. പിന്നെ യെസ്, ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ പോലെ സൂപ്പർ ഹീറോ ആണോ ഇല്ലയോ എന്നൊക്കെ. യു ജസ്റ്റ് ഗോട്ട് 2 weeks ലെഫ്റ്റ്. ഐ തിങ്ക് ഞാനിപ്പോൾ അതിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇൽ ബി എ വെരി, ഇപ്പോൾ രഞ്ജിത് ശങ്കർ ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ്, ഗുഡ് ടെക്നീഷ്യൻ. എനിക്ക് തോന്നുന്നത് ഈസ് എ വെരി ഗുഡ് റൈറ്റർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റിംഗ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആസ് എ മൂവി റൈറ്റിംഗ്. ഇഫ് യു മേ ആസ്ക് ഹിം, ഹി വിൽ ഹാവ് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. മേ ബി വിൽ സേ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ബട്ട് പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഐ തിങ്ക് ഹിസ് ബെസ്റ്റ് റൈറ്റിംഗ് എനിക്കാണ് കിട്ടിയേക്കണേ. ആൻഡ് അതുകൊണ്ട് തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ഞാൻ എൻ്റെയും കുറച്ച് നമ്മുടെ കലീഗ്സ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും സിനിമ കണ്ടിട്ട് I've had a very good response. അത് അപ്പോൾ അങ്ങനെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഇറങ്ങി. സോ സംതിങ് ലീഡ്സ് ടു ദി അതർ എന്ന് പറഞ്ഞ പോലെ. അതാണ് 3 സിനിമകളാണ് ഒരു ഫെസ്റ്റിവൽ സിനിമയായിട്ട് വരുമ്പോൾ. 3 സിനിമകളുണ്ട്. വർഷങ്ങൾക്ക് ശേഷമുണ്ട്, ആവേശമുണ്ട്, ജയഗണേഷുണ്ട്. അപ്പോൾ അതൊരു വലിയ കോമ്പറ്റീഷൻ കൂടിയാണ്. രഞ്ജിത് ശങ്കറായിട്ടുള്ള അസോസിയേഷനെ കുറിച്ച് പറയാമോ? നല്ല അസോസിയേഷൻ. ഐ സെഡ് ഈസ് എ വെരി ഗുഡ് റൈറ്റർ. അപ്പോൾ സിനിമയിൽ ഞാൻ റൈറ്റേഴ്സിനാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. ഇൻ ടേംസ് ഓഫ് ഹൈറാർക്കി ഐ ഫീൽ ദേ ക്യാരി ദ ബെസ്റ്റ് സ്പോട്ട്. ബിക്കോസ് സിനിമ സംഭവിക്കുന്ന ഒരു ഐഡിയ എന്നാണ്. ആൻഡ് ഇൻ ദാറ്റ് സെൻസ് ഹി ഈസ് ഗുഡ്. ആസ് എ ടെക്നീഷ്യൻ ഓൾസോ ഈസ് ഗുഡ്. വാസ് ഗുഡ് ടു വർക്ക് വിത്ത്. ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ കഥകൾ പിച്ച് ചെയ്തിട്ട് ചിലപ്പോൾ പുള്ളിക്ക് കംഫർട്ടബിൾ ആവുന്ന എനിക്കാവില്ല. അങ്ങനെ പോയി ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. യു ഹാവ് ടു കം ടു എ പോയിന്റ് അല്ലേ, നമുക്ക് രണ്ടുപേർക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം ഈ സിനിമ ചെയ്തെടുക്കണമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ UMF-ഉം ഡ്രീംസ് ആൻഡ് ബിയോണ്ട് ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് വാസ് വെരി ഗുഡ്. ഈവൻ ദി കോ-ആക്ടേഴ്സ്, അതർ ടെക്നീഷ്യൻസ് എല്ലാവരുമായിട്ട് എനിക്ക് ഐ തിങ്ക് ഹാഡ് എ വെരി ഗ്രേറ്റ് ടൈം. ബിക്കോസ് ഇതൊരു കൂട്ടായ്മയുടെ സിനിമയാണ്. പൂർണ്ണമായിട്ടും എന്താ പറയുക, ഷൂട്ടിംഗ് വാസ് പ്രെറ്റി ഹെക്ടിക്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വീൽ ചെയറിൽ കൺഫൈൻഡ് ആയപ്പോഴും എനിക്കിതിലൊരു പാത്തോ, ഒരു സാഡ് ഹീറോ ആയിട്ട് ഇവരെ കാണിക്കണമെന്നും ഉണ്ടായിരുന്നില്ല. ഐ വിൽ ഗ്യാരണ്ടി യു, എൻ്റെ സ്പെഷ്യലി ഏബിൾഡ് സുഹൃത്തുക്കൾ ഈ സിനിമ കാണുമ്പോൾ ദേ വിൽ ഹാവ് ഗൂസ് ബംസ് മൊമെൻറ്റ്സ്. അത് ഗ്യാരണ്ടീഡാണ്. അത് മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഐ ടെൽ യു, ബിക്കോസ് വി ഡോണ്ട് നോ ദ ഇമോഷൻ. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എനിക്കറിയാം ഒരു സ്ഥലത്ത് ലൈഫ് ലോങ് അതങ്ങനെയാണ് എന്നൊരു when you have to accept it that this is this, then I think it gets very difficult. I don't know, ഞാൻ അതിൻ്റെ ഒരു സാഡ് സൈഡ് പറയാൻ ഉദ്ദേശിക്കില്ല. ബട്ട് എനിക്കുണ്ടായ ഒരു ആദ്യത്തെ 3-4 ദിവസത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ഇടയ്ക്ക് വീഴുകയൊക്കെ ചെയ്തല്ലോ. അതിൽ വീണു. ആൻഡ് ഐ എക്സ്പീരിയൻസ് ഇറ്റ്. ഐ മീൻ ഞാനത് പിന്നെ അതായിട്ട് തന്നെ ജീവിച്ചു. ബിക്കോസ് കാലിൻ്റെ മൂവ്മെൻറ്റ് മാക്സിമം, ദാറ്റ് ഈസ് VFX ഇല്ല. ഇറ്റ് ഈസ് എവറിത്തിങ് വാട്ട് ഈസ് ബീൻ ഷോട്ട് സിനിമയിൽ. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ്, പക്ഷേ ഞാൻ പറയട്ടെ, ഫിസിക്കലിനേക്കാളും ഒരു ഇമോഷണലി ഇറ്റ് വാസ് ക്വൈറ്റ് ഡ്രെയിനിങ് ഔട്ട്. അപ്പോൾ
അപ്പോൾ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ മൈ ഗോഡ് ജസ്റ്റ് ഐ ഹാവ് ടു താങ്ക് ഗോഡ് ദാറ്റ് നമുക്ക് അപ്പോൾ ഈ ചില ആൾക്കാർ കംപ്ലയിൻറ്റ് പറയുമല്ലോ അതില്ല ഇതില്ല ഉറക്കമില്ല അതില്ല. ഐ തിങ്ക് യു ജസ്റ്റ് ഇഫ് യു ബ്ലെസ്ഡ് ആണ്. നിങ്ങൾ ഓൾറെഡി ബ്ലെസ്ഡ് ആണ്, നിങ്ങൾക്കത് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഐ റിയലി ഹോപ്പ് ദാറ്റ് അങ്ങനെ ചിന്തിക്കുന്നവർ, ദാറ്റ് ജോലി ആയിട്ടില്ല, വീട് വെക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾ, പൈസ ഇല്ല, ഇതൊക്കെ വന്നോളും ഇഫ് യുവർ ഹെൽത്ത് ഈസ് ഫൈൻ. പിന്നെ ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ തീരുമാനിച്ചതാണല്ലോ, ബിക്കോസ് ഇറ്റ് വാസ് എ വെരി ലേറ്റ് റിയലൈസേഷൻ ദാറ്റ് നമ്മുടെ ലൈഫ് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ you kind of start behaving like a horse with a blinder. ഈ കുതിരയ്ക്ക് ഇത് ബ്ലൈൻഡേഴ്സ്, സോ ജസ്റ്റ് ടു മേക്ക് ഹിം ഫോക്കസ്ഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ വെരി എന്താ പറയുക ഹൈപ്പർ ആനിമൽ ആയതുകൊണ്ട് പുള്ളിക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കാറ് അതായത് പോകുമ്പോൾ. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഞാനും അങ്ങനെ ആയിപ്പോയിണ്ടായിരുന്നു. ബിക്കോസ് ഓക്കെ ഒരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, സിനിമകൾ വിജയിപ്പിക്കണം, നല്ല സിനിമ ചെയ്യണം, ബിക്കം സോ ആൻഡ് സോ ബ്ലാ ബ്ലാ ബ്ലാ. ആൻഡ് ദെൻ സഡൻലി യു റിയലൈസ് നമ്മുടെ ലൈഫിന് ചുറ്റുമുള്ള പല കാര്യങ്ങളും ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ചെറിയ കാര്യം. ഇപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോൾ ഏത് ക്ലാസ്സാണ് പഠിക്കുകയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. ഞാൻ ചോദിച്ചു 8th ആണോ 7th ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷീ ഈസ് ഇൻ 8th സ്റ്റാൻഡേർഡ്. ബട്ട് ഐ എം വെരി ഷീ മാറ്റേഴ്സ് എ ലോട്ട് ടു മീ. ബട്ട് ഈ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഞാൻ എല്ലാവരുടെ ബർത്ത്ഡേയ്സ് മറന്നുപോയി. എനിക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഞാൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പീപ്പിൾ ഹു മാറ്റർ, ഇവരെങ്ങനെയായിരിക്കും ഇത് ഫേസ് ചെയ്യേണ്ടത്, ഫൈറ്റ് ചെയ്യേണ്ടാവുക. ഇപ്പോൾ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആണ് ഈ സിനിമ കഴിഞ്ഞിട്ട്. ബിക്കോസ് ഐ റിയലി സംവെയർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് എൻ്റെ ഇഷ്യൂസ് അത്ര വലിയ ഇഷ്യൂ അല്ലാന്ന്. അതുകൊണ്ട് എനിക്ക് ഒന്നിനോടും ഇപ്പോൾ അങ്ങനെ വലിയ എൻ്റെ സ്ട്രെസ് ലെവൽസ് ആക്ച്വലി ഹാവ് കം ഡൗൺ. ഓക്കെ, യു സി വെൻ യു റിയലൈസ് ദാറ്റ് ചുറ്റും നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നെക്കാളും ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന, സന്തോഷത്തോടെ നേരിടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പോൾ ഇത് എൻ്റെ പ്രശ്നം എന്താ, ഒരു സിനിമ എടുക്കുക, സിനിമ റിലീസ് ചെയ്യുക, അത് വിജയിക്കോ ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്യുക, ദാറ്റ്സ് ഫൈൻ. ഐ മീൻ ഓക്കെ. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ പരാജയങ്ങളൊക്കെ കണ്ടു വന്ന ആളാണ്. മൈ ഫസ്റ്റ് മൂവി റിലീസായിട്ട് എൻ്റെ 5ാമത്തെ സിനിമയിൽ മല്ലു സിംഗ് എന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോലും കണ്ടിട്ടില്ല. ഓക്കെ, ആൻഡ് ഐ വെൻറ്റ് ബാക്ക് ടു ഗുജറാത്ത് 9 months കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ പടം ഇവിടെ വലിയൊരു ഹിറ്റാണെന്നും ഞാൻ എന്തോ ഐ വാസ് നോട്ട് വെരി എന്താ പറയുക ഹാപ്പി ബാക്ക് ദെൻ. അപ്പോൾ ഞാൻ പിണങ്ങിയിട്ട് ഇങ്ങനെ ഗുജറാത്തിൽ പോയി. പിന്നെ 9 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് ആ സിനിമ അപ്പോഴാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഐ ലവ് യു. സോ ഐ കെയിം ബാക്ക്. അപ്പോൾ എന്നെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു നീ സിനിമകൾ ചെയ്യും. അപ്പോൾ സേതു ചേട്ടൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇഫ് യു ഹാവ് എനി പ്രോബ്ലം യു പ്രൂവ് ഇറ്റ് ഹിയർ, ഡോണ്ട് ജസ്റ്റ് വാക്ക് ഓഫ്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് വന്ന് അഭിനയിച്ച പടമാണ്. ആ സമയത്തായിരിക്കും യു മെൻഷൻ ദാറ്റ് ഐ ലവ് യു എന്നെ കണ്ടുവന്ന്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് ഇങ്ങനെ ഈ ചെറിയ പ്രശ്നങ്ങളിൽ ഇത്രയും ഭയങ്കര പാനിക്കായി ബിഹേവ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു കഥ കേൾക്കുന്നതും. ഈ കഥ അത് തന്നെ മാളികപ്പുറത്തിലും ഇറ്റ് വാസ് വെരി വെരി റിഫ്രഷിങ് ഫോർ മീ. മാളികപ്പുറം ചെയ്തപ്പോൾ ഒരു വേറെ രീതിയിലുള്ള ഒരു ഒബ്ലിഗേഷനാണ് ലൈഫിൽ വന്നത്. ലൈക്ക് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമ്മൾ എടുക്കേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. മേപ്പടി ആൻഡ് ടോട്ട് മീ എ ലോട്ട് ഓഫ് തിങ്. ലൈക്ക് ഐ മീൻ ഇറ്റ് വാസ് വെരി ഹംബിളിങ് ഇൻ ടേംസ് ഓഫ് മേപ്പടി എന്ന സിനിമയിലാണ് ഐ തിങ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ മാറിപ്പോയത്. ബിക്കോസ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ആ സമയത്ത് വാസ് എ ഹ്യൂജ് ടർബുലൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എവറി മൂവി ഞാൻ പറഞ്ഞില്ലേ, കഥകൾ എടുക്കുമ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് ഹൗ ക്ലോസ്ലി ഐ ക്യാൻ റിലേറ്റ് ടു ദ സ്റ്റോറിയാണ്. ഞാൻ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഫ് ഇറ്റ്സ് ടച്ചിങ് മീ സംവെയർ യു വിൽ ഫീൽ ഇറ്റ്. ചില നിമിഷങ്ങളെ അല്ലെങ്കിൽ ആ റൈറ്റർ സംസാരിക്കുമ്പോൾ നമുക്ക് യു വിൽ ഫീൽ ദാറ്റ് തിങ്. അതൊരു പേഴ്സണൽ കഥയായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ ഐ എം പ്രിറ്റി മച്ച് ഇൻ. പിന്നെ ലോജിസ്റ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി കഥ ഉണ്ടാക്കണം. ഇങ്ങനെ എല്ലാ സിനിമകളും ഇങ്ങനെ നോക്കുന്നതല്ല. ചില കഥകൾ നമ്മളെ അതിലേക്ക് ഇൻവോൾവ് ആക്കും. ദർ ആർ അതർ സ്റ്റോറീസ്. ഇപ്പോൾ ഞാൻ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ചെയ്ത കഥാപാത്രത്തിൻ്റെ ഒരു സ്പിൻ ഓഫാണ്. ഇറ്റ്സ് എ ബ്ലഡി ആക്ഷൻ മൂവി. ഐ തിങ്ക് മലയാളത്തിലെ ഏറ്റവും വയലൻറ്റ് സിനിമയായിരിക്കും അത്. ഇൻ ദാറ്റ് സെൻസ്. വീണ്ടും ഒരു വില്ലൻ അല്ല, ആ വില്ലൻ നായകനാവുന്ന കഥയാണ്. ഇപ്പം ഉണ്ണി മുമ്പേ പറഞ്ഞല്ലോ ഒരു കഥ കേൾക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന്. അത് ആദ്യം മുതലേ ഉണ്ടോ അല്ലെങ്കിൽ അത് പിന്നീട് ഓർഗാനിക്കലി എൻ്റെ അടുത്ത് എത്തിപ്പെട്ടതാണ്. അഗെയിൻ ഫൈനൽ ഡിസിഷൻ ഞാൻ എടുക്കുക. പക്ഷെ ഞാൻ ചില സമയത്ത് എനിക്ക്
എനിക്ക് യെസ് ഓർ നോ ഞാൻ തന്നെയാണ് ഫസ്റ്റിൽ തന്നെ. ബട്ട് സംടൈംസ് ഞാൻ ഇങ്ങനെ നമുക്ക് എല്ലാം അറിയണം എന്നൊന്നുമില്ലല്ലോ. ഒരു ഡബിൾ മൈൻഡഡ് ആയി കഴിഞ്ഞാൽ ഒന്ന് ഫ്ലോട്ട് ചെയ്യും. ആൻഡ് മീൻ വൈൽ വെൻ ദ റീഡ് ഐ സീ മൈസെൽഫ്. ഞാൻ പിന്നെയും അത് റീഡ് ചെയ്യും. ആൻഡ് ആ ഒരു സ്പേസിന് വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് ഹൂം ഐ ഫീൽ ദാറ്റ് എന്നെ പോലെ ചിന്തിക്കാത്ത ആൾക്കാരാണ്. ദേ വെരി ഡിഫറെൻറ്റ് ഫ്രം മീ. ഐ ഡോണ്ട് ഗീവ് ഇറ്റ് ടു പീപ്പിൾ ഹു തിങ്ക് ലൈക്ക് മീ. അപ്പോൾ അവർ ഒരു വേറെ പേഴ്സ്പെക്റ്റീവിൽ ഈ കഥ വർക്കാവുന്നുണ്ടോ ഇല്ലയോ നോക്കാറുണ്ട്. ഭയങ്കരമായിട്ട് വർക്കാവുക കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ചെയ്യില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. സോ ദർ ഇസ് തിൻ ലൈൻ. ഇറ്റ്സ് മോർ ഓഫ് ഇൻറ്റ്യൂഷൻ ബേസിക്കലി. പിന്നെ കഥയായിട്ടല്ല കാണുന്നത്, അതിൻ്റെ ഒരു ടോക്ക് ഡിസ്കഷൻസ് എങ്ങനെ പോകുന്നു ഇതിനോടൊക്കെ നോക്കാറുണ്ട്. ബിക്കോസ് നമുക്ക് ആർക്കും അറിയാം, സത്യത്തിൽ ആർക്കും അറിയില്ല ഒരു സിനിമ എന്താ ബിഹേവ് ചെയ്യാൻ പോകുന്നത്, തിയേറ്ററിൽ എങ്ങനെയാണ് ഒരു സിനിമ ബിഹേവ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷേ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിച്ച് ഇസ് ലൈക്ക് സിനിമ എന്നെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. ഞാൻ അതിലൂടെ ജീവിതം പഠിപ്പിക്കാൻ ഞാൻ ചിന്തിക്കാറും പോലില്ല. ബട്ട് ക്യാൻ യു ഫീൽ സംതിങ് ഇൻ ദ മൂവി തിയേറ്റർ എന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് ആക്ഷനിലൂടെ ആവാം, നല്ല പാട്ടായിരിക്കാം, ഒരു ഡയലോഗ് ആയിരിക്കാം. സോ അതെല്ലാം ഞാൻ എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലാണ് കാണുന്നത്. എനിക്ക് സംടൈംസ് ഐ ഫീൽ ടു ബേർഡൻ വെൻ പീപ്പിൾ സേ ദറ്റ് സിനിമ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം. നോ, if you want to live and if you understand life, go out, meet people, look around, read a book, listen to some music. ഇതൊക്കെയാണ് ലൈഫ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. സിനിമ യു ആർ ആസ്കിങ് ടു മച്ച്. സിനിമയിലൂടെ അങ്ങനെയാണെങ്കിൽ നാടെപ്പോൾ നന്നാവേണ്ടതാണ്. സിനിമ മതിയല്ലോ ആൾക്കാരെ നന്നാക്കാനല്ലേ. ഒരു കൂട്ടം ആൾക്കാരെ ഡെയിലി സ്കൂളിൽ പോകാതെ സിനിമകൾ ഇങ്ങനെ വിട്ടു, ഇൻ്റർനാഷണൽ മൂവീസ്, ആ മൂവീസ്, ഈ മൂവീസ്, യു ഡോണ്ട് ലേൺ ത്രൂ ദാറ്റ്. അതാണ് യു ഷുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും എമ്പത്തി ഉണ്ടാവണമെന്നില്ല. പീപ്പിൾ ഇമ്മീഡിയറ്റ്ലി ഹാവ് ദി സിമ്പത്തി ലൈൻ. പെട്ടെന്ന് ഒരു ഇമോഷണൽ കഥ കേട്ട് ഭയങ്കര സിമ്പത്തി വന്നു. എമ്പത്തൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച് ഇനി ഒരാൾക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു വ്യക്തി എത്തും. വിച്ച് ഇസ് ടു ഡിഫറെൻറ്റ് തിങ് ആക്ച്വലി. അത് ലൈഫ് എക്സ്പീരിയൻസ് വിൽ ടീച്ച്. നമ്മൾ എത്ര ഫ്രണ്ട്സിനോട് പറയില്ലേ എടാ നീ അങ്ങനെ ചെയ്യല്ലേ, പക്ഷെ നമ്മൾ പിന്നെ അത് ചെയ്യും നമ്മുടെ ലൈഫിൽ. ഇപ്പോൾ പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞാലോ, വി ഓൾ നോ ദെർ ആർ ഹാർട്ട് ബ്രേക്സ് ആൻഡ് ബ്രേക്കപ്സ്. നമ്മുടെ ചുറ്റും ഇങ്ങനെ ചെറപറ നടന്നുകൊണ്ടിരിക്കുക. ബട്ട് സ്റ്റിൽ യു ഗെറ്റ് മാരീഡ് ആൻഡ് യു ഹാവ് എ ബോയ് ഫ്രണ്ട്. ഐ മീൻ അതെന്ന് വെച്ചാൽ യു ടേക്ക് ദറ്റ് റിസ്ക്. ബിക്കോസ് ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് ജെന്യൂൻ ഫീഡ്ബാക്ക് പറയാൻ പറ്റുള്ളൂ. സോ അതുപോലെയാണിത്. ഇപ്പോൾ മല്ലു സിംഗ് തിയേറ്ററിൽ കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ആ സിനിമ ഈ പറഞ്ഞ പോലെ ഫാമിലി ഓഡിയൻസിനെ ഒരുപാട് ഉള്ളിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അതിന് ശേഷം ഇറങ്ങുന്ന സിനിമകൾ അങ്ങനെ മാറി നിൽക്കാറുണ്ടോ? എനിക്ക് ഞാൻ ആക്ച്വലി കോവിഡിന് ശേഷമാണ് തിയേറ്ററിൽ കൂടുതൽ ചെന്ന് കാണാൻ തുടങ്ങിയത്. സോ ആ എക്സ്പീരിയൻസ് ഇസ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ തിയേറ്ററിക്കൽ ഹിറ്റ് ഉണ്ടാകുന്ന ഒരു അഡൽട്ടൻ റഷ് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് മേപ്പടിയാൻ വാസ് ഫാന്റാസ്റ്റിക്. പിന്നെ മാളികപ്പുറം. അപ്പം ഇത് ഞാൻ എന്തിനാണ് ഇതൊക്കെ എൻ്റെ സിനിമകൾ കാണാതെ ഇരുന്നതെന്ന് എനിക്ക് ചിന്തയുണ്ട്. സോ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇസ് എനിക്ക് ആ മേക്കിംഗ് പ്രോസസ്സാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യാറ്. ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡയറക്ഷൻ ഞാൻ ചെയ്തിരിക്കുന്നു. ആ ഒരു പ്രോസസ്സിൽ കിട്ടിയ ഒരു സന്തോഷം പിന്നീട് തിയേറ്ററിൽ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സക്സസ് ഇസ് എ വെരി ഡിഫറെൻറ്റ്, സക്സസ് ഹിറ്റ്സ് യു വെരി ഡിഫറെൻ്റ്ലി. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മളെ ഒരു പ്രതീക്ഷയോടെ കാണുമ്പോൾ ബോഡി ഐ തിങ്ക് സംതിങ് ഹാപ്പൻസ് ഇൻസൈഡ് ദ ബോഡി. അറ്റ്ലീസ്റ്റ് ഇറ്റ് വിത്ത് മീ ഇറ്റ് ഹാപ്പൻസ്. എനിക്കൊരു ആ ഒരു ലീഡർഷിപ്പ് സ്പേസിൽ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് പ്രഷർ കൈൻഡ് ഓഫ് ഗിവ്സ് യു എ ഹൈ. ലൈക്ക് ഞാൻ സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ സ്പോർട്സിൽ ചില സമയത്ത് ഇന്ന ആൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ലൈക്ക് ആസ് എൻ അത്ലീറ്റ് ദാറ്റ് ടൈം യു ഹാവ് ദാറ്റ് അഡ്രിനലിൻ റഷ്. ഐ മീൻ യു ആർ ഇൻ ചാർജ് എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് പിന്നെയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഇറ്റ്. ഐ ലോസ്റ്റ് ഇറ്റ് ബൈ ഐ വാസ് 18 or 19. ഇപ്പോൾ അത് തിരിച്ചു വന്ന പോലെയാണ്. സോ ഇറ്റ് കൈൻഡ് ഓഫ് ഗിവ്സ് യു ദാറ്റ്. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാറുണ്ട് സിനിമ. സോ തിയേറ്ററിൽ ആ പടം നന്നായിട്ട് പെർഫോം ചെയ്താലാണ് അത് കിട്ടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി. സോ ഫോർ ദാറ്റ് ദെയർ ഈസ് ആൻ എക്സ്ട്രാ എഫേർട്ട് നൗ. അതെ. ഇപ്പം മേപ്പടിയാൻ്റെ ഒരു വിജയത്തിന് ശേഷമേ കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കൂടിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിനുശേഷം എടുക്കുന്ന സിനിമകളുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധയാണ് ചെലുത്താറ്? ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് എൻ്റെ ഒരു ബേസ് വർക്ക്. ദെൻ ഐ ഡോണ്ട് നോ ആക്ച്വലി. പിന്നെ ഗട്ട് ഫീലിംഗ് ആയില്ല. പിന്നെ എൻ്റെ ടേസ്റ്റ് വാട്ട് ഐ ബിലീവ് ക്യാൻ ക്രിയേറ്റ് സം മാജിക്.
എന്നൊക്കെ നോക്കിയിട്ടുള്ള സംഭവമാണ്. പിന്നെ റൈറ്റിംഗ് ക്വാളിറ്റി ഇപ്പോൾ കുറേയൊക്കെ ഇപ്പോൾ 10-13 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ സിനിമകൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എവിടേക്കോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റൈറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ടേസ്റ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. സോ ദാറ്റ് സർട്ടൻ കൈൻഡ് ഓഫ് മൂവീസ് ദാറ്റ് ഐ ടോട്ടലി ഡോണ്ട് ഡു. ഐ മീൻ എനിക്കിപ്പോൾ ഒരു സെഗ്മെൻറ്റഡ് മൂവി ഞാൻ ഭയങ്കര നോക്കാറില്ല. ഐ മീൻ ലൈക്ക് ഐ വിൽ നോട്ട് സ്പെസിഫൈ ദ ജോണർ. അത് പിന്നെ അൺവാണ്ടഡ് ആ ജോണർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ ഇപ്പോൾ അതാണല്ലോ. സോ ഐ വിൽ നോട്ട് സ്പെസിഫൈ ദാറ്റ്. ബട്ട് ദെർ ആർ കൈൻഡ് ഓഫ് മൂവീസ് വിച്ച് ഐ ട്രൈ ടു നോട്ട് ബിക്കോസ് ഭയങ്കര സെഗ്മെൻറ്റഡ് ആണെങ്കിൽ ഐ ഫീൽ ദാറ്റ് വാട്ട് ഈസ് ദ ഹോൾ പർപ്പസ് ഓഫ്. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആയി പോകുന്ന ആളാണ്. ആൻഡ് ഐ വോണ്ട് ടു ഹാവ് ദാറ്റ്. എനിക്ക് ലാർജർ ഓഡിയൻസ് ആൻഡ് മാസസിലേക്ക് പോകേണ്ട സിനിമ അവർക്ക് ഈസിലി മനസ്സിലാവുന്ന സിനിമ അതിലവർക്ക് ബിക്കോസ് ഐ ഫീൽ എൻ്റെ പാരാമീറ്റർ ഓഫ് സിനിമ ഈസ് എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ സാധാരണ ഒരു ഫാമിലി ഒരാൾ ഒരു 1000 രൂപ മുടക്കി ഐ ഫീൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 1000 rupees ഇഫ് യു 4 പേര് പോവുകയാണെങ്കിൽ 1000 രൂപ 2 മണിക്കൂർ സിനിമ, ഒരു മണിക്കൂർ യാത്ര, 1.5 മണിക്കൂർ യാത്ര, ആൻഡ് ദെൻ ഫുഡ് ആൻഡ് ഡീസൽ, ഇതെല്ലാം വരുമ്പോൾ ഒരു 3000 രൂപയുടെ ചിലവുണ്ട്. അപ്പോൾ ഉണ്ണി 3-ന് വേണ്ടി ഒരു 3000 രൂപ മാറ്റി വെക്കണമെങ്കിൽ ഐ തിങ്ക് ഐ റാദർ ഓഫർ ദം സം എൻ്റർടൈൻമെൻറ്റ് ദെൻ കോച്ചിങ് ക്ലാസ്. ഇപ്പോൾ മേപ്പടിയാൻ്റെ വിജയം പറയുമ്പോഴും മേപ്പടിയാൻ്റെ മാളികപ്പുറമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് വിവാദങ്ങളും വന്നു. അതിനോടനുബന്ധിച്ച് ജയഗണേഷ് അനൗൺസ് ചെയ്യുമ്പോൾ ഈ മിത്ത് വിവാഹത്തിൻ്റെ ഇടയിൽ പെടുകയും ചെയ്തു. അപ്പം ഇതൊക്കെ ഓഡിയൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുള്ളൊരു പേടിയുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഓഡിയൻസിനെ റെസ്ട്രിക്റ്റ് ഇല്ല. ഇത് എന്നെക്കുറിച്ച് ഒരു ലൈക്ക് ഐ സംവെയർ ഫീൽ ദാറ്റ് ഒരു പെർസെപ്ഷൻ ബിൽഡാവും. ഇതെല്ലാം സ്പെക്കുലേഷൻസ് ആണെന്നാണ് എൻ്റെ ഒരു ഭയങ്കര സാഡ് റിയാലിറ്റി എന്ന് പറഞ്ഞത്. എല്ലാം സ്പെക്കുലേറ്റഡ് ന്യൂസാണ്. വാർത്തകളിലെല്ലാം ഇങ്ങനെ ആവാം, ഇങ്ങനെ ആയിരിക്കും. ബിക്കോസ് ഈ സിനിമകൾ ഇങ്ങനെ ഓരോന്ന് റിലീസാവുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഒരു സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് ആരും കാണാതെ പോകുന്ന സിനിമയല്ല. ഇപ്പോൾ മേപ്പടിയാൻ ഇപ്പോൾ ഓൺലൈനിൽ കിടക്കുന്നുണ്ട്. നാഷണൽ അവാർഡ് വിന്നിങ് മൂവിയാണ്. എല്ലാവരും കണ്ട് അതിൻ്റെ താഴെ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ സിനിമയിൽ ഇത്ര പ്രശ്നം? ഒന്നുമില്ല. മാളികപ്പുറം ഒരു പ്രൊപ്പഗണ്ട സിനിമയായിട്ടാണ് പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങിയത്. ബിക്കോസ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതിനെ ഭയങ്കരമായിട്ട് വളച്ചൊടിച്ച ആൾക്കാരൊക്കെ ഒരു ഏത്തിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഭക്തിപ്പടം അങ്ങനെ ഇങ്ങനെ എന്തിനത് മലയാള സിനിമയ്ക്ക് ഇങ്ങനത്തെ സിനിമയുടെ ആവശ്യമുണ്ടോ? ഉണ്ണി മുതൽ ഭയങ്കര അഗ്രസീവ്ലി സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഇതൊക്കെ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞാൻ കാണുന്നേ ഇല്ല. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു സിനിമ വന്നു, അവർ കണ്ടു. പിന്നെ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് സൊസൈറ്റി മാത്രം കണ്ടാൽ ഈ സിനിമ വിജയിച്ച പോലെ വിജയിക്കില്ല. വിജയമുണ്ടാവും, വിൽ ബി എ ലിമിറ്റഡ് സക്സസ്, ബട്ട് എല്ലാവരും ഒരേപോലെ കണ്ട് ആസ്വദിച്ച സിനിമയായിരിക്കും. ഇപ്പോൾ ഈ വിശ്വാസി സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി അല്ല. അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഹൂവർ ഇറ്റ് ഈസ്, ദൈവങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു എനർജിയിലൊക്കെ വിശ്വസിക്കുന്ന എല്ലാവരും ഈ സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര റോഡ് സൈഡിൽ ജീവിക്കുന്ന ആളാണ്. വെനൈസ് റോഡ് സൈഡിൽ ഞാൻ രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ടൊക്കെ വാക്ക് അറൗണ്ട്, ഐ ലുക്ക് മീറ്റ് പീപ്പിൾ. എനിക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇങ്ങനത്തെ വിവാദങ്ങളൊന്നും എൻ്റെ ഓഡിയൻസിനെ എന്നിൽ നിന്ന് മാറ്റി നിർത്തില്ല. പക്ഷേ എനിക്ക് ബിക്കോസ് ഐ വാസ് നോട്ട് വെരി ഐ വാസ് നോട്ട് വെരി കംഫർട്ടബിൾ വിത്ത് ദ ഫാക്ട് ദാറ്റ് ഞാനൊരു പ്രൊപ്പഗണ്ട ആർട്ടിസ്റ്റാണെന്നും അല്ലെങ്കിൽ എൻ്റെ സിനിമകൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ഐ വോണ്ട് ടു ഹാവ് ദറ്റ് റെസ്പെക്ട്. ബിക്കോസ് ഭയങ്കര ഹാർഡ് വർക്കിലൂടെ ചെയ്ത സിനിമയാണ് ഇത്. വെറുതെ വൺ ഫൈൻ ഡേ സംഭവിക്കുന്നതല്ല. അതിൽ ഒരുപാട് ക്രാഫ്റ്റ് ഉണ്ട്, ഗുഡ് റൈറ്റിംഗ്, ഒരു വലിയൊരു മാസസിന് ഇഷ്ടപ്പെട്ടല്ലോ, ഒരു വലിയ മാൻഡേറ്റ് ഓക്കെ എന്ന് പറയുമ്പോഴാണല്ലോ സിനിമ വിജയിക്കുന്നത്. സോ യു ആർ നോട്ട് ജസ്റ്റ് സെയിങ് നോ ടു മീ, യു ആർ കംപ്ലീറ്റ്ലി റൈറ്റിംഗ് ഓഫ് ദീസ് പീപ്പിൾ. പിന്നെ സ്പെക്കുലേറ്റഡ് ആർഗ്യുമെൻറ്റ്സ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് ഈ യൂട്യൂബ് വേർഷൻ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇത്തരം ഡിസ്കഷനിൽ ട്രാക്ഷൻ വരും, ഇൻട്രാക്ഷൻസ് കൂടും, then there is a revenue being generated, it's all monetized, and then you make a living out of it. So the moment I understood that ഇതെല്ലാം ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ തൊട്ട് ഞാൻ ഇവരുടെ ഈ ആർഗ്യുമെൻറ്റ്സിനെ ഭയങ്കര സില്ലിയായിട്ട് കാണാൻ തുടങ്ങി. അതിന് മുന്നേ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ സിനിമകൾ എൻ്റെ കുട്ടികളെ പോലെയാണ്. ഐ ഡോണ്ട് ഡു മൂവീസ് ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് മണി. ബിക്കോസ് ഈ മാളികപ്പുറം എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ഞാനാണെന്നും മറ്റേ പൈസ ഇവിടെ നിന്ന് എടുത്തും ഞാൻ മതത്തെ വിറ്റ് കാശുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പടത്തിൽ ഫുൾ പൈസ പോലും മേടിച്ചിട്ടില്ല. ഞാൻ എല്ലാം ജസ്റ്റ് ഒരു ആക്ടർ മാത്രമായിരുന്നു. റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാവരും പല ആൾക്കാർ, പൈസയും എല്ലാം ഉണ്ടാക്കി പോയത് വേറെ ആൾക്കാരാണ്. ഫേസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഞാനായി വന്നപ്പോൾ ഐ ടുക്ക് ദി ഹീറ്റ് എന്ന് മാത്രമേ ഉള്ളൂ.
ആൻഡ് എൻ്റെ ഓണസ്റ്റി ടു മൈ പ്രൊഡക്റ്റ് ഇസ് ദാറ്റ് ഞാൻ 10 പേര് കുറ്റം പറഞ്ഞതിന് പേരിൽ ഞാൻ ഈ പടത്തെ ശരിയാണ് ഞാൻ ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായി പോയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് ഇറ്റ് വാസ് എ വെരി ഗുഡ് മൂവി, വെൽ മെയ്ഡ്, ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ടഡ്, കുട്ടികളുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഐ പ്ലേഡ് എ പാർട്ട് വിച്ച് ഐ എം വെരി പ്രൗഡ് ഓഫ്. അപ്പോൾ അതിനെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു ചെവിയിൽ കേട്ട് അടുത്ത ചെവിയിൽ വിടാം, പക്ഷേ ആ പ്രവണത ശരിയല്ല. ഐ വാസ് ടോട്ട് ആസ് എ കിഡ് ദാറ്റ് ഇഫ് യു ആർ റൈറ്റ് യു ഷുഡ് സ്റ്റാൻഡ് ദ ഗ്രൗണ്ട്. ഓക്കെ. സോ ഞാൻ സ്കൂളിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. സോ വാക്ക് ദ ടോക്ക് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഇപ്പം അങ്ങനെ റെസ്പോണ്ട് ചെയ്തതും ഒക്കെ പിന്നെ ഇഷ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ തോന്നിയിട്ടുണ്ടോ അത് വേണ്ടിയിരുന്നില്ല, വിട്ടുകളയായിരുന്നു? തോന്നിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട് പിന്നെ വിട്ടുകളയാൻ പറ്റില്ല. ഇനിയും അങ്ങനെ തന്നെയുള്ള ഒരാളായിരിക്കും ഞാൻ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ വെറുതെ ഒരാൾക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ സിനിമകളെ മോശമായ രീതിയിൽ സ്പെക്യുലേറ്റ്, പിന്നെ ചെറിയ വർത്തമാനങ്ങളല്ലല്ലോ ഈ പറയുന്നത്. തീവ്രവാദമാണ്, മറ്റേ മതത്തെ എങ്ങനെ ആക്കുന്നു, ഒരു മുസ്ലിം ആളെ നോക്കി തുപ്പുന്നു, ഇതൊന്നും എവിടെ സംഭവിച്ചതാണ്? ചുമ്മാ ഒരു എന്താ സേവാഭാരതിയുടെ ആംബുലൻസ്. സേവാഭാരതിയുടെ ആംബുലൻസ് യൂസ് ചെയ്തു. ഇതിപ്പോൾ കേരളത്തിലുള്ള സേവാഭാരതിയല്ലേ, ഞാനായിട്ട് കണ്ടുപിടിച്ച സേവാഭാരതി ഒന്നുമല്ലല്ലോ. ആൻഡ് ഇറ്റ് ഈസ് ദേ ആർ ഡൂയിങ് റിയലി ഗുഡ് വർക്ക്. SDPI ഉണ്ടല്ലോ ഇവിടെ, വലിയ വലിയ സിനിമകളിൽ അവരും വന്നിട്ടുണ്ട്. അന്നില്ലാത്ത പ്രോബ്ലം എന്താണ്? ഞാൻ അതിന് മുന്നേ കേൾട്ടൻ 10 എന്ന സിനിമ ചെയ്തിട്ടുണ്ട്. നിങ്ങളതിൽ അതിൻ്റെ ഒരു വേർഷൻ നോക്കുവാണെങ്കിൽ എടുത്തു നോക്കൂ, ഒളിച്ചുകടത്തലിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് സംഭവം ഉണ്ട് അതിൽ. പക്ഷേ എങ്ങനെ നിങ്ങൾക്ക് കാണാം അങ്ങനെ കാണാം. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മോസിൻ പറയരി. അപ്പോൾ പുള്ളി ഫുൾ ടൈം എൻ്റെ സുഹൃത്തായതുകൊണ്ട് തന്നെ പറയാം, ഈസ് വെരി, പുള്ളിക്ക് നരേന്ദ്രമോദി വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഞാൻ അവൻ്റെ ഇപ്പോൾ സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ഐ എം ഫൈൻ വിത്ത് ഇറ്റ്. ഒരാൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവും, നീ അങ്ങനെ പറയരുത്, അങ്ങനെ ഞാൻ സിനിമ ചെയ്യില്ല, അല്ലെങ്കിൽ എൻ്റെ ഐഡിയോളജി ഇതാണ്, അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ആളൊന്നുമല്ല ഞാൻ. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദാറ്റ് എ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻ ഇൻ ദിറ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേൾട്ടൻ 10 ഒളിച്ചുകടത്തലുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ടായില്ല. അതിലെ പൊളിറ്റിക്സ് നോക്കൂ, ഞാൻ തന്നെ അഭിനയിച്ച സിനിമയാണ്. പറഞ്ഞു വന്നത് യു ക്യാൻ സേ എ ലോട്ട് ഓഫ് തിങ്സ് ബട്ട് ഡോണ്ട് ബി സെലക്റ്റീവ് അബൌട്ട് ഇറ്റ്. ഇങ്ങനെ സൗഹൃദങ്ങളെ ഇത്തരം ഈ പൊളിറ്റിക്കൽ അങ്ങനത്തെ താല്പര്യങ്ങളൊന്നും ബാധിക്കില്ല, അങ്ങനെയാണല്ലേ? ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മോസിൻ പരേരിയുടെ ഫസ്റ്റ് അവിടെ ഒന്നും ചെയ്യില്ല. യു ടോക്ക് ടു ഹിം, മേ ബി യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇതിന് ഓപ്പണായിട്ട് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഓപ്പണാണ് ഇതിനെക്കുറിച്ച്. ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്, ബട്ട് സ്റ്റിൽ വാട്ട് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് ടു കൈൻഡ് ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. ചിലർക്ക് ഒരാശയം ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കും. ഇവരുടെ സൗഹൃദം ഇതിൽ ഞാനങ്ങനെ കാണുന്ന ആളല്ല. യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ഉണ്ടാവും, താല്പര്യങ്ങളുണ്ടാവും. പക്ഷേ സിനിമയിൽ അത് ബാധകമില്ല എന്നാണ്. സിനിമ വേറെ, പൊളിറ്റിക്സ് വേറെ, മതം വേറെ. ആൻഡ് ഇതെല്ലാം കൂട്ടിക്കുഴച്ചിട്ട് എന്നെ മാത്രം അതിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഐ ഫീൽ ദി സെലക്റ്റഡ് ആയ ആൾക്കാർക്ക് സം റോങ് ഇൻറ്റൻഷൻസ് ഉണ്ടാവണമെന്ന്. ഞാൻ പക്ഷേ ഐ എം നോട്ട് വെരി ഇൻറ്റിമിഡേറ്റഡ് വിത്ത് ഓൾ ഓഫ് ദാറ്റ്. ബിക്കോസ് ഐ ഫീൽ ദാറ്റ് സിനിമ കാണുന്ന പ്രേക്ഷകർ ടോട്ടലി വേറെ ജെനുവിൻ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ദേ ഡോണ്ട് സീ ഇറ്റ്. എന്നോട് ഒരുപാട് പേര് സിമ്പത്തൈസ് ചെയ്തിട്ടുള്ളൂ. നീ ഗുജറാത്തിൽ നിന്ന് വന്നുകൊണ്ട് നിനക്ക് ഇതൊന്നും ഡീൽ ചെയ്യാൻ അറിയില്ല എന്ന് എന്നെ കളിയാക്കി പറയും. ബട്ട് ഐ വിൽ ബി വെരി ഓണസ്റ്റ്, എനിക്കിതെല്ലാം കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ അറിയാം. ജസ്റ്റ് ദ ഫാക്ട് ഈസ് ദാറ്റ് യു ആർ നോട്ട് വെരി യൂസ്ഡ് ടു ആൻ ആക്ടർ റിയാക്ടിങ് ടു സച്ച് സ്റ്റഫ്. യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു. ആരെങ്കിലും ഒരാൾ ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലാവും. എന്ന് വെച്ചാൽ പൊതുവേ വൈ ഗെറ്റ് ഡേർട്ടി എന്നാണ് പറയാം. ഇതെന്നെ പറഞ്ഞു പ്രോബ്ലം വിത്ത് മീ, ഞാൻ ചില കാര്യങ്ങൾ കുറച്ച് പേഴ്സണലായിട്ട് എടുത്ത് കളയും. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. ഞാനിങ്ങനെ ഒരാളാണ്, എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ആൻഡ് ഐ തിങ്ക് ഒന്നും എനിക്ക് ഒരു പ്ലാറ്ററിൽ കിട്ടിയതല്ല. എൻ്റെ ലൈഫിലെല്ലാം കഷ്ടപ്പെട്ട് വിത്ത് വർക്ക് ഓൺ മെറിറ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയതാണ്. നത്തിങ് ലൈക്ക് ഓക്കെ എനിക്കൊരു സിനിമ വേണം, എൻ്റെ 4 പേര് എനിക്ക് സ്ക്രിപ്റ്റായിട്ട് കൊണ്ടുവരും, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ആദ്യം വില്ലനായിട്ട് തുടങ്ങി, പിന്നെ നായകനായി. കുറച്ച് കാലം വിചാരിച്ച പോലെ സിനിമകൾ പോവാതിരുന്നപ്പോൾ ഞാൻ വില്ലനായി മാറി. ഞാൻ സഹനടനായിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നീട് ഒരു ഘട്ടത്തിൽ എനിക്ക് എൻ്റേതായ രീതിയിൽ സിനിമകൾ ചെയ്യണം, ഞാൻ ആഗ്രഹിച്ച പോലത്തെ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആ പടം വിജയിച്ചു. ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ വീടാണ് പണയം വെച്ചത്. ആ സിനിമ പുറത്ത് വരുമ്പോഴാണ് ഏതൊരു യൂട്യൂബർ ഇരുന്നിട്ട് പറയുന്നത് ഇത് RSS ഫണ്ടഡ് മൂവിയാണെന്ന്. ഇറ്റ്സ് എന്ന് വെച്ചാൽ ബിക്കോസ് ഹീ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്, അത് അങ്ങനെ ആയിരിക്കണം. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റില്ല. ഒരു ക്യാരക്ടർ
ഞാൻ വേറൊരു രസമുള്ള സംഭവം നടത്തി എന്ന് വെച്ചാൽ ഞാൻ ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഫ്രം അഹമ്മദാബാദ് ഐ കം ടു തൃശ്ശൂർ. അപ്പോൾ പെർ മന്ത് എനിക്ക് 2.5 ദിവസം ലീവ് കിട്ടും. സോ ഐ ടു വർക്ക് ഫോർ എൻ IT കമ്പനി പണ്ട്. ഈ 2.5 ദിവസം ലീവ് കിട്ടുമ്പോൾ ഐ വിൽ വെയിറ്റ് ഫോർ 5 months. അപ്പോൾ ഇത് 10 ദിവസത്തെ ലീവായി മാറും, പെയ്ഡ് ലീവ്. ദെൻ ഐ വിൽ ടേക്ക് അതിൽ 8 ദിവസം. അപ്പോൾ 4 ദിവസം ഇങ്ങോട്ട് യാത്ര ഉണ്ടാവും പണ്ട് ട്രെയിനിൽ വരുമ്പോൾ. ഈ ട്രെയിനിൽ വരുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യും അവിടെ വന്നിട്ട് ഏതെങ്കിലും ഡയറക്ടറിനെ കാണാനോ അങ്ങനെ എന്തൊക്കെ ആയിരിക്കും. സോ ഈ മീറ്റിങ്സ് 3-ാം ദിവസം അല്ലെങ്കിൽ 2-ാം ദിവസം ഡ്യൂറിങ് ദ ട്രാവൽ തന്നെ ക്യാൻസൽ ആവും, തിരക്കാണെന്ന് പറയും. ദെൻ അങ്ങോട്ട് എത്തിയിട്ട് തിരിച്ച് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട്. അപ്പോൾ 8 ദിവസം എൻ്റെ വണ്ടിയിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമാ മോഹങ്ങളും എല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടത് ഈ ട്രെയിനിൽ ഇരുന്നിട്ടാണ്. ദാറ്റ് ആൻഡ് എവറി ടൈം ഇറ്റ് യൂസ് ടു ഗെറ്റ് ക്യാൻസൽഡ് ഐ വാസ് മോർ അഡമെൻറ്റ് ദാറ്റ് ഇത് ഞാൻ നടത്തിയെടുക്കുന്നു. ഒരു മീറ്റിംഗ് നിങ്ങൾ ക്രാക്ക് ചെയ്യും ബിക്കോസ് ഇതിപ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ എൻ്റെ ഓഫീസിൽ എൻ്റെ ബോസ് ഉണ്ടായിരുന്നു, റിജോ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇത് പാകൽ ഉപയോഗിക്കാമല്ലോ ബിക്കോസ് ഇവരെല്ലാവരും ലീവ് എടുത്തിട്ട് അല്ലെങ്കിൽ എൻകാഷ് ചെയ്യും അല്ലെങ്കിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ട്രാവലിന് പോകും. ഞാൻ ഈ 10 ദിവസം അപ്പോൾ ഞാൻ ഈ ലീവ് എടുക്കാതിരിക്കുമ്പോൾ പിരിച്ച് താനായിക്കാം. 2 മാസം ഞാൻ ലീവ് എൻകാഷ് ചെയ്യാതെ വരുമ്പോൾ പിന്നെ നാട്ടിൽ പോകാനാണോ എന്ന് എന്നോട് ചോദിക്കും. കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കംപ്ലീറ്റ് ആകുമ്പോൾ ഹീൽസ് ഓക്കെ അബ് ഗായബനെ 10 ദിവസത്തിൽ ഞാൻ പോകും വരും ക്യാ പോകാന്ന് ചോദിക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഐ വാസ് 18-19 ബാക്ക് ദെൻ. ആൻഡ് എവറി ടൈം ഐ യൂസ് ടു കം ബാക്ക് ഐ ഫീൽ ദാറ്റ് ഓക്കെ സംഡേ ഐ വിൽ ക്രാക്ക് ഇറ്റ്. സംഡേ ഒരു പോയിന്റിൽ ഇത് എത്തുമല്ലോ, അതുവരെ ഞാൻ ട്രൈ. എനിക്ക് എപ്പോഴും എന്നെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്താലും ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് എന്നെക്കുറിച്ച് ഭയങ്കര എക്സ്പെക്റ്റേഷനും പ്രതീക്ഷകളും. ഈ പ്രതീക്ഷകളിൽ ഇങ്ങനെ 100% വിജയിക്കാൻ പോകുന്ന ഒരാളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഹീറോ ബനുമെന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഐ ഇവൻച്വലി ബിക്കെയിം വൺ ബിക്കോസ് ഐ ഫീൽ ദ സംതിങ് വെൻ യു ഓണസ്റ്റ്ലി ടോക്ക് ടു യുവർ സെൽഫ് തിങ്സ് ഗെറ്റ് വെരി സീരിയസ്. അത് വെച്ചാൽ ഞാൻ വന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ I don't know where we started, but I'll tell you something what happened. അപ്പോൾ ഇതും കൂടി പറഞ്ഞ പരശുരാം എക്സ്പ്രസ്സിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജയ ഗണേഷിൻ്റെ പ്രൊമോഷൻ ഞാൻ പറഞ്ഞു ഐ ബിലീവ് ഇൻ ലോട്ട് ഓഫ് തിങ്. അപ്പോൾ ഞാൻ എൻ്റെ ഇഫ് യു ലുക്ക് അറ്റ് പരശുരാം എക്സ്പ്രസ് എൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ അതിൽ ഫുൾ പോസ്റ്റ് ആയിട്ട്. അപ്പോൾ ജയ ഗണേഷ് ഇങ്ങനെ വീലിൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഞാൻ എന്നെ നോക്കി നിന്നിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻ. ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അറിയില്ല, അതിനേക്കാളും കൂടുതൽ എനിക്കൊരു എൻ്റെ മനസ്സിലൊരു തൃപ്തി ഉണ്ടായത് ഈ പരശുരാം എക്സ്പ്രസ്സിൽ എൻ്റെ ഒരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. യു ടെൽ വാട്ട് ഐ എം ട്രൈങ് ടു സേ ബിക്കോസ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ 18 വയസ്സിൽ ഞാൻ സം എറഗൻസ് വെച്ചിട്ട് ടു ബി വെരി ഓണസ്റ്റ് എൻ്റെ അച്ഛനമ്മയ്ക്ക് എന്നേക്കാളും കൂടുതൽ അവർക്ക് എന്നിൽ ഭയങ്കര വിശ്വാസമുണ്ട്. മൈ മാം വാസ് എ ടീച്ചർ. സോ 12th സ്റ്റാൻഡേർഡ് പാസ് ഔട്ട് ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത് ഞാൻ ഇനി ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ട് വരുന്നത്. ബട്ട് ആഫ്റ്റർ 3 months ഐ ലെഫ്റ്റ് ദ കോളേജ്. ഇമ്മീഡിയറ്റ്ലി ഐ വാണ്ടഡ് ടു ഡു സംതിങ് വിച്ച് വിൽ കോമ്പൻസേറ്റ് ദാറ്റ് ബിഗ് ഡിസിഷൻ. സി ഐ വാണ്ടഡ് മൈ മദർ ടു ഹാവ് എ സൺ ഹു ഇസ് കൺവിൻസ് about what he's done in life. ബിക്കോസ് ഒരു ടീച്ചറിൻ്റെ മകന് ഇങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോൾ എൻ്റെ പാരൻസിനോട് എത്രയോ പേര് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നിലേക്ക് അത് എത്തിയിട്ടില്ല. ആൻഡ് ഐ വെരി ക്ലിയർലി നോ ദാറ്റ് ഇത് അവരെ ബോദർ ചെയ്ത കാര്യമായിരിക്കും. ടു മെനി തിങ്സ് ഈ വാർത്തകളൊക്കെ വരുമ്പോഴും എനിക്കൊരു ED റെയ്ഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാനെന്തോ അമ്മയ്ക്ക് അച്ഛനും ഭയങ്കര സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണും. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ സ്ഥലത്ത് അച്ഛൻ്റെ അമ്മയുടെ പേരാണ് വരുന്നത്. വെരി ത്രിൽഡ്. പക്ഷേ ആ പേര് വെച്ചതുകൊണ്ട് തന്നെ ED ഓഫീസ് വിളിപ്പിച്ചത് എൻ്റെ അമ്മേനെയാണ്. എൻ്റെ അവിടെ വലിയൊരു ചുമരിൽ ഒരു മറ്റേ ഈ കള്ളന്മാരെ ഫോട്ടോ വയ്ക്കില്ലേ, അതേപോലെ എൻ്റെ വലിയൊരു ഫോട്ടോയും ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് വാസ് വെരി ട്രബിൾസം ഫോർ മൈ മദർ. ദാറ്റ് ഇസ് ഓൺലി ടൈം ഷീ സെഡ് യു ഷുഡ് നോട്ട് ഹാവ് മെയ്ഡ് ഇൻ ടു മൂവീസ്. യു സീ ഐ മീൻ അത് എന്നെ സംബന്ധിച്ച് അത് ഇപ്പോൾ അടുത്ത ചലഞ്ചായി. ഐ റിയലി വോണ്ട് ഹർ ടു എന്താ പറയുക ടേക്ക് ഇറ്റ് ബാക്ക്. എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് അമ്മ പറഞ്ഞത് എന്നെ അങ്ങനെ കാണാൻ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് അഗെയിൻ മൈ ഇന്നസെൻസ് വാസ് പ്രൂവ്ഡ്. ഞാനതിൽ നിന്ന് വന്നു. പക്ഷേ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ ഉണ്ണിമുകുന്ദൻ റെയ്ഡായി അതായി. സോ ഇതിനൊരു ഫിനിഷിങ് വാർത്തകൾ വരാറില്ല. പിന്നെ എന്ത് സംഭവിച്ചു? നോബഡി ക്യാരീസ് ദാറ്റ്. അപ്പോൾ
ഇവൻച്വലി ഞാനിപ്പോൾ കുറച്ച് ടഫന്നായി ബേസിക്കലി ഇൻ ടേംസ് ഓഫ് ലൈക്ക് ഹൗ ലൈഫ് ഈസ്. ഇപ്പോൾ ഈ 18-19 വയസ്സിലെ ട്രെയിൻ യാത്രയെക്കുറിച്ച് പറയുമ്പോഴേ അച്ഛനും അമ്മയ്ക്കും അന്നേ സപ്പോർട്ടായിരുന്നു സിനിമ എന്ന മോഹത്തിന് പിന്നാലെ നടക്കുമ്പോൾ? ഇല്ല, ഞാൻ എന്ത് ചെയ്താലും പുള്ളി അവർ ഓക്കെ എന്നായിരുന്നു. ഓക്കെയാണ്. ഞാൻ ഇനീഷ്യലി വോണ്ടഡ് ടു ബി ക്രിക്കറ്റർ. ആദ്യമായിട്ട് എൻ്റെ പേര് പേപ്പറിലൊക്കെ വന്നത് ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടാണ്. ഓക്കെ. പിന്നെ ഞാനത് സീരിയസ് ആയിട്ട് പെർസ്യൂ ചെയ്തില്ല എന്ന് തന്നെ പറയാം. എവിടെയോ എനിക്ക് തോന്നി ഐ എം ജസ്റ്റ് ഇൻട്രസ്റ്റഡ്, ഐ എം നോട്ട് വെരി പാഷനറ്റ് അബൌട്ട് ഇറ്റ് എന്ന് മനസ്സിലായി. എപ്പോഴും ഈ ഇൻട്രസ്റ്റും പാഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ലൈഫ് ജേർണി. യെസ്. സോ ആർട്സ് വാസ് ക്വൈറ്റ് ഫാസിനേറ്റിംഗ്. പിന്നെ ഞാൻ ലിറ്ററേച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സിന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഐ തിങ്ക് ഐ വാസ് ഡെസ്റ്റിൻ. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വേറെ സ്റ്റേറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എവറിത്തിങ് വാസ് വെരി ഡിഫറെൻറ്റ്. മീൻസ് എൻ്റെ തോട്ട് പ്രോസസ്സ് വേറെ ഡിഫറെൻ്റ് ആയിരുന്നു. ഈവൻ ബോഡി ലാംഗ്വേജ് വേറെ ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് മല്ലു സിംഗ് സിനിമ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ആൾക്കാർക്ക് തോന്നിയത്. ബിക്കോസ് എൻ്റെ ഒരുപാട് പഞ്ചാബികൾ സുഹൃത്തുക്കളുണ്ട്. സോ ആവാം അങ്ങനെ എന്ന് വിചാരിക്കുന്നു. ബട്ട് നൗ ഉള്ളിലൊരു ലൈക്ക് ഒരു മലയാളി ഉണ്ടല്ലോ. പിന്നെ വീട്ടിൽ വളർന്ന സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ബട്ട് യാ, അച്ഛനമ്മ വെരി പോസ്റ്റ്. അച്ഛൻ ലോഹിദാസിന് കത്തെഴുതാൻ പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ കൂടെ തന്നെ നിന്നിരുന്നു എന്നാണ് അത് മനസ്സിലാക്കാൻ. പിന്നെ വൈ ലോഹിദാസ് എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. വൈ ലോഹിദാസിൻ്റെ ചോദ്യത്തിന് സിമ്പിൾ ഉത്തരമാണ്. ബിക്കോസ് എനിക്ക് കേരളത്തിലേക്ക് അച്ഛൻ എപ്പോഴും വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് വരുമ്പോഴേക്കും പിന്നെ അച്ഛൻ്റെ കൺട്രോളുള്ള ഏരിയാസ് തൃശ്ശൂർ, ഗുരുവായൂർ, ഒറ്റപ്പാലം, ഷൊർണൂർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫിലിം മേക്കേഴ്സിനെ കോൺടാക്ട്. അപ്പോൾ അതിലും വൺ ഓഫ് ദി ബെസ്റ്റ് വാസ് ലോഹി സാറ്. ഒറ്റപ്പാലം വളരെ അടുത്തായിരുന്നു. അപ്പോൾ അച്ഛനെ കണ്ടു, അച്ഛന് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പം അന്ന് എനിക്ക് മലയാളം വായിക്കാറില്ല. അത് വൺ കോമഡി ആയിരുന്നു അന്നൊക്കെ. ദാറ്റ് ഈസ് ഇവിടെ ബസ്സുകളുടെ പേരാണല്ലോ. കണ്ണൻ വരും, മറ്റേ ശില്പ പോവും, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഐ വാസ് ട്രെയിൻ ടു ബസ് നമ്പറുകളൊക്കെ ആയിരുന്നു ഗുജറാത്തിലൊക്കെ. അപ്പോൾ അവിടെ നിന്നാൽ മതി കണ്ണൻ വരും എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ ഏതൊരു കണ്ണൻ വരും ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ അച്ഛനെ വിളിച്ചു, അമ്മയെ പറഞ്ഞു ഇങ്ങനെ കണ്ണൻ വരും എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ ചിരിയും എല്ലാവരും അവിടെ ബസ്സിൻ്റെ പേരാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ സോ ഐ ലേൺ ടു റീഡ് മലയാളം. അപ്പോൾ അന്ന് കത്തെഴുതിയത് എങ്ങനെയാ? ഇംഗ്ലീഷിലായത്. ഓക്കെ. എന്നിട്ട് സാറിന് എത്തിയോ അത്? രജിസ്റ്റേർഡ് കത്തെഴുതിയത്. ആ കത്തെഴുതി. സോ ഐ വാസ് ഓഫേർഡ് നിവേദ്യം. ആക്ച്വലി നിവേദ്യം എന്ന സിനിമ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ എനിക്കെന്നാൽ അഭിനയം വേണോ വേണ്ടോ എന്നൊക്കെ ഒരു ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഭാമയ്ക്ക് തന്നെ അറിയായിരുന്നു. ബിക്കോസ് സാർ എപ്പോഴും മെൻഷൻ ചെയ്യും ഒരുത്തന് സിനിമ കൊടുത്തിട്ട് അവൻ ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ വിനു ആ പടം ചെയ്യുന്നു. വിനു ഡിഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. പക്ഷെ എനിക്ക് ആ പാട്ടില്ലേ, വിളി കേട്ടോ അധീന, ആ പാട്ട് നേരത്തെ കേട്ടതാ. അപ്പോൾ ആ പാട്ട് എനിക്ക് പാട്ട് മിസ്സായിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഓൾ ഗുഡ്. സാറിൻ്റെ കൂടെയുള്ള ഇൻട്രാക്ഷനിലാണ് ഞാൻ കൺവിൻസ്ഡ് ആയത് ദാറ്റ് ഐ വിൽ മേക്ക് ഇറ്റ് എന്നൊരു സംഭവം. ബിക്കോസ് ഞാൻ പിന്നീട് കണ്ടപ്പോൾ എനിക്ക് അറിയേണ്ടതെന്നില്ല പുള്ളി ആരാണെന്നൊക്കെ. എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളി എത്രത്തോളം, അല്ലെങ്കിൽ ടെക്നീഷ്യൻ എത്രത്തോളം വലിയ ടെക്നീഷ്യനാണെന്നൊക്കെ. ബിക്കോസ് ഹി നെവർ മേഡ് മീ ഫീൽ ലൈക്ക് ഐ ആം മീറ്റിംഗ് സം ബിഗ് ഗായ്. എന്നെ ഭയങ്കരമായിട്ട് ഞാനൊരു സാധാരണ ഒരാളെ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് വർഷങ്ങളോളം 2.5 വർഷം സാറിൻ്റെ കൂടെ 2-3 വർഷം ഉണ്ടായിരുന്നു. റിയലൈസ് ചെയ്ത് ഇറ്റ്സ് എ ബിഗ് ഗായ് ആക്ച്വലി. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടി. ഞാൻ ഇനിയിപ്പോൾ സാറിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രൊഫഷണലി, അപ്പോൾ ഞാൻ പഠിത്തം വിട്ടു, ജോലി വിട്ടു ഞാൻ പിന്നെ ആ സമയത്ത്. ആൻഡ് സാറും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതർ നീ ഗുജറാത്തിൽ നിൽക്കുക അല്ലെങ്കിൽ നീ കേരളത്തിലേക്ക് വാ. ബിക്കോസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ, ഇവിടുത്തെ ബോഡി ലാംഗ്വേജ്, ഇവിടുത്തെ സന്തോഷങ്ങളൊക്കെ. നീ കൂടുതൽ വർഷം അവിടെ ആയതുകൊണ്ട്. പിന്നെ സാറിന് എന്തോ എന്നിലേക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ പറഞ്ഞു ഞാൻ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ. അന്ന് ഞാൻ നുണ പറഞ്ഞത് എൻ്റെ ഹൈറ്റിൻ്റെ കാര്യത്തിലാണ്. എനിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഹൈറ്റ് ഉണ്ടായിരുന്നില്ല അത്ര. പിന്നെ കുറച്ച് വളർന്നു. ആണോ? ഹൈറ്റ് വെച്ചു 1 or 2 inches I guess. അതെല്ലേ? ഓക്കെ. ഇപ്പോൾ നോക്കുമ്പോഴേ ലോഹിദാസ് എന്നൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചൊരു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എന്തായാലും പഠിച്ചത് നമ്മുടെ ഒരു ഐ ഫീൽ ദാറ്റ് ഒരു ഓണസ്റ്റി ഉണ്ടല്ലോ ഒരു വ്യക്തി എന്ന നിലയിൽ സാറ് മാറിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളി എങ്ങനെയായിരുന്നു അറ്റ്ലീസ്റ്റ് ആ 3 വർഷത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. സോ അതിന് മുന്നത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും ലോഹി അങ്ങനെ തന്നെ ആയിരുന്നു. ആൻഡ് ഹി വാസ് വെരി ഡൗൺ ടു എർത്ത് ആൻഡ് ഓൾ. സോ ഐ ഫീൽ സക്സസ് വിൽ കം ആൻഡ് ഗോ ഓൾ ഓഫ് ദാറ്റ്. പക്ഷേ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ,
ഇപ്പോൾ എന്നോട് തന്നെ ഒരുപാട് പേര് പറഞ്ഞു ഉണ്ണിയുടെ മസിൽ എങ്ങനെയാണ്, ഉണ്ണി വേറെ നാട്ടിൽ സിനിമയിലായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ എന്തോ ഇതായിരുന്നു യു ആർ അറ്റ് ദ റോങ് പ്ലേസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, യു ഷുഡ് ചേഞ്ച്. സോ ഐ നെവർ ഫെൽറ്റ് ലൈക്ക് ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഐ ഫെൽറ്റ് എന്നെ പോലെ വേറെ ഇവിടെ ആരുമില്ല, സിംഗിൾ പീസ്. അപ്പോൾ അതിനൊരു ബയസ് ഉണ്ടാവും. ആൻഡ് പിന്നെ യു ട്രൈ ടു ഇംപ്രൂവ് യുവർ ക്രാഫ്റ്റ്. ഡെഫിനറ്റ്ലി ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ ഐ തിങ്ക് ഐ എം ഗ്രാജുവലി എനിക്ക് പേഴ്സണലി ഇത് സ്റ്റക്കായി എന്ന് ഫീൽ തോന്നുന്നില്ല. എനി ടൈം ഐ ഫീൽ ഓക്കെ, എനിക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ അതിൽ നിർത്തും ഞാൻ. ഇതിപ്പോൾ ഇതിലിപ്പോൾ ഇത്ര വലിയൊരു ബിക്കോസ് ഐ എം വയർഡ് ഇൻ എ വേ ദാറ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് വളർന്നത് തന്നെ ഒരാളൊരു കരിയർ തുടങ്ങി കഴിഞ്ഞാൽ അവസാനിക്കുന്ന ആ കരിയറിൽ തന്നെ ആയിരിക്കണം എന്നൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ ആ ചിന്താഗതിയൊന്നുമില്ല. ഐ ഫീൽ യു ക്യാൻ അൺലേൺ ആൻഡ് ലേൺ ന്യൂ തിങ്സ്. മേ ബി യു ക്യാൻ സക്സീഡ് എൽസ്വെയർ. വലിയ വലിയ കഥകളുണ്ട്. ഇപ്പോൾ കാൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ്റെ ആൾ 70s ഈ മേഡ് എ ലിവിങ് ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷേ സിനിമയിൽ തന്നെ നിൽക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് മൾട്ടിപ്പിൾ ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ് ഞാൻ. ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ദി കപ്പാസിറ്റി ടു ഹാൻഡിൽ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഇൻ എ മോർ കംഫർട്ടബിൾ മാനർ. എനിക്ക് ഇത്രയും ഒരു കരിയർ റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പേഷ്യൻസും സ്ട്രെസ് എടുക്കാനുള്ളൊരു കപ്പാസിറ്റി കുറഞ്ഞു എന്ന് പറയാം വിത്ത് ഏജ്. യു ലൈക്ക് പിന്നെയും ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. Financial crisis and all of that. I don't want to get into that because it's just, I think life is too short for too much of stress. ഇപ്പോൾ ഒരു കരിയറിന് വേണ്ടിയിട്ട് ആൾക്കാർ സ്ട്രെസ് എടുക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ഞാൻ ഉൾപ്പെടെ ഒരു സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ ഇത്ര ടെൻഷൻ വേണം, എന്തിനാണ്? സിനിമ ചെയ്ത് പോകാം. പിന്നെ ഇതൊരു ബിസിനസ് ആണെന്ന് മനസ്സിലാവുന്നു, അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി മനസ്സിലാവുന്നു, ആൻഡ് ടൈംസ് ആർ ചേഞ്ചിങ് എന്ന് മനസ്സിലാവുന്നു. ടു കോമ്പറ്റീറ്റീവായി മാറുന്നു. സോ യു വോണ്ട് ടു ബി റെലവൻറ്റ് ഇൻ എ പെർട്ടിക്കുലർ ടൈം. ഇതൊക്കെ വരുമ്പോൾ ഇറ്റ് ആഡ്സ് അപ്പ് ടു എ സ്ട്രെസ്. ബിക്കോസ് നമുക്ക് ഫെയിലിയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല, വീട്ടിലും പഠിപ്പിച്ചിട്ടില്ല, ഫ്രണ്ട്സും പറയുന്നില്ല. ഫെയിലിയേഴ്സ് എന്തോ എൻ്റെ ലൈഫിൽ ഐ എം ഗ്ലാഡ് ദാറ്റ് എനിക്ക് എൻ്റെ തുടക്കകാലത്തിൽ എനിക്ക് ഫെയിലിയേഴ്സ് ഐ ഹാഡ് അതിൻ്റെ ബാഡ് എക്സ്പീരിയൻസസ് ഓൾസോ. നൗ ഐ എം വെരി കോൺഫിഡൻറ്റ്. ഐ നോ ഫെയിലായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ മാക്സിമം ഇങ്ങനെയൊക്കെ. സോ ഇറ്റ്സ് ഗോണ ബി റിയലി ഗുഡ് അഹെഡ്. ഈ ഒരു തിങ്കിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ഭയങ്കര ഫിലോസോഫിക്കലായി സംസാരിക്കുക എന്നുള്ളത്, അത് ചിലരൊക്കെ പറയാറുണ്ടേ, ചില വീട്ടമ്മമാരൊക്കെ പറയും പണ്ട് ഉണ്ണിയുടെ ചിരിയാണ് എന്ത് രസമായിരുന്നു, ഒരു കുട്ടിയായിരുന്നു, ഭയങ്കര ലൂസായിരുന്നു എന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഭയങ്കര കുറച്ച് ഗൗരവം, ആൾ മാറിപ്പോയി, കുറച്ച് സീരിയസ് ആയി, അങ്ങനെ തോന്നുന്നുണ്ടോ? ഐ വാസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഓഫ് കോഴ്സ് കംപ്ലീറ്റ്ലി പഴയതുപോലെയാണെന്നും പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഞാൻ അറിയാതെ അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യാത്ത മാറ്റങ്ങളാണ്. ബട്ട് ഓൾ ഓഫ് വാട്ട് എവർ ഇറ്റ് ഈസ് ഫോർ ദ ഗുഡ് ആണ്. എന്ന് വെച്ചാൽ എൻ്റെ ക്ലാരിറ്റി ഓഫ് തോട്ട് ഈസ് ഐ സീ തിങ്സ് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണുന്നത്. ലൈക്ക് എനിക്കൊരു സിനിമ തുടങ്ങുമ്പോൾ ഇത് എങ്ങനെ അവസാനിക്കുന്നു വരെ ഇന്നെനിക്ക് ഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വിച്ച് ഈസ് എ വെരി കോൺഫിഡൻറ്റ് സ്പേസ്. വ്യക്തിപരമായിട്ട് ബിക്കോസ് ഓഫ് ഓൾ ദാറ്റ് ഹാസ് ഹാപ്പൻ, ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഭയങ്കര അഗ്രസീവ് ആളൊന്നുമില്ല. ഇറ്റ് വാസ് മോർ വാട്ട് എവർ ഹാപ്പൻ ഇൻ ലൈഫ് വാസ് മോർ ഓഫ് എൻ ഔട്ട് ബേസ്റ്റ് ഓഫ് ടു മെനി തിങ്സ്. ലൈക്ക് ഇന്ന കാരണം കൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നല്ല, അത് വേറൊരു റീസണുമായിട്ട് കണക്റ്റഡായി വന്ന് ഒരു ഔട്ട് ബേസ്റ്റ് ഈസ് എ വെരി ലാസ്റ്റ് സ്റ്റേജ്. ഇപ്പോൾ ഒരു വ്യക്തി ദേഷ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഗ്ലാസ് പൊട്ടിയതുകൊണ്ടായിരിക്കില്ല. യു റിയലി ഹാവ് ടു ഡിഗ് ഇൻ. ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പറയുമല്ലോ, ഒരാൾ ചെറുതടിച്ചു, അപ്പോൾ ചിലപ്പോൾ അടി കിട്ടേണ്ട ആൾക്കല്ല അടി കിട്ടുക, മറ്റൊരാൾക്ക് അടി കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് ഇവിടെ ഒരു ഔട്ട് ബേസ്റ്റാണ് വരും മോസ്റ്റ് ഓഫ് ദ ടൈം. സോ ദാറ്റ്സ് വെൻ കൗൺസിലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ലെസ് ടു നോ ലൈക്ക്. അപ്പോൾ ഈ മെൻറ്റൽ ഹെൽത്തിന് പറയും. ഇപ്പോൾ ഞാൻ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര ഞാൻ കഴിഞ്ഞ 2-3 വർഷത്തിൽ എനിക്ക് മനസ്സിലായത് എൻ്റെ മെൻറ്റൽ ഹെൽത്ത് ഭയങ്കര വീക്കാണെന്ന്. ഇൻ ടേംസ് ഓഫ് ഞാൻ ഭയങ്കര ഓവർ സെൻസിറ്റീവായ ആളാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ് അബൌട്ട് മൈ സെൽഫ്. I will take care of anybody who's in and around me. And I realized that ഈ വന്ന അലിഗേഷൻസും കാര്യങ്ങളൊക്കെ എൻ്റേതായ അലിഗേഷൻസ് ആയിരുന്നില്ല, എൻ്റെ സിനിമ എൻ്റെ ക്രൂവിനെ ആയിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഐ ടുക്ക് ഇറ്റ് പേഴ്സണലി എന്നാണ് ഞാൻ പിന്നീട് റിയലൈസ് ചെയ്തത്. വൈ ഡിഡ് ഐ ഡു? ബിക്കോസ് കുറച്ച് പേര് എന്നോട് ഈ ആസ്പെക്റ്റ് പറഞ്ഞു തന്നു. നീ അങ്ങനെ ചെയ്തു എന്നല്ലല്ലോ പറഞ്ഞു, നിൻ്റെ സിനിമയിൽ അങ്ങനെ തോന്നിയെന്നല്ല പറഞ്ഞു. അത് വൈ ഡിഡ് യു ബിക്കം ദ ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു. വൈ ഡിഡ് യു ചൂസ് ടു ബി ദാറ്റ്? അപ്പോൾ ഞാൻ റിയലൈസ് ദാറ്റ് ഐ ഫോട്ട് ഫോർ മൈ പീപ്പിൾ ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. അപ്പോൾ ഞാൻ അറിയാതെ ചെയ്യുകയാണെങ്കിലും ബട്ട് ഇറ്റ്സ് എ വെരി വീക്ക് ആസ്പെക്ട്. കുറച്ച് എക്സ്പോസ് ആയെന്ന് പറയില്ല, ഒരാളുടെ വീക്ക്നെസ് പുറത്ത് കാണാനും പാടില്ല എന്നുണ്ട്.
ഇത് രണ്ട് സൈഡ് ഉണ്ട്. ബട്ട് ഇത് ഞാൻ കവറപ്പ് ചെയ്യും ബിക്കോസ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഐ ഹവ് ഗോൺ ത്രൂ. സോ മേ ബി ആഫ്റ്റർ 5 years യു വിൽ ഫീൽ ലോട്ട് ഓഫ് ചേഞ്ചസ്. ലൈക്ക് പണ്ടത്തെ ഉണ്ണി കുറച്ചും കൂടി നന്നായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി ചൂട് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇവോൾവിങ് സ്പേസിലാണ് ഒരാൾ. ആൻഡ് വിച്ച് ഈസ് എ ഗുഡ് ആസ്പെക്ട് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ദ സെയിം. എനിക്ക് എന്നെക്കുറിച്ച് ഞാൻ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ഐ എം വെരി ക്ലിയർ അബൌട്ട്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണമെന്ന് തീരുമാനിച്ചതിന് മുന്നേ ഞാൻ എൻ്റെ എല്ലാ സിനിമകളും ഞാൻ അതുവരെ ചെയ്ത എൻ്റെ എല്ലാ സിനിമകളും ഇട്ട് ഐ സോ മൈസെൽഫ് ദർ. And then I realized I think Meypadiyan is something which I have not done, and why people are saying that ഉണ്ണി കുറച്ച് മസ്കുലറായ സിനിമകൾ ചെയ്യുന്നു. ബിക്കോസ് ആ സിനിമകളിൽ ചിലപ്പോൾ ഒരു റിഡൻഡൻസി, ഒരു അപ്രോച്ചൊക്കെ ഫീൽ ചെയ്ത് കാണും. ദോ ഐ ഡോണ്ട് ബൈ എവറിഥിങ് ദാറ്റ് പീപ്പിൾ സേ. ലോകത്തിൽ 100 അഭിപ്രായങ്ങളാണ്, പക്ഷെ അത് 10 മാത്രമേ മാറ്റർ ചെയ്യുള്ളൂ നമുക്ക്. ബിക്കോസ് അഡ്വൈസിങ് ഈസ് ഫ്രീ, ഇറ്റ്സ് ഓൾ അവൈലബിൾ. സോ അങ്ങനെ ഒരു ദർ ഈസ് സം എഫേർട്ട് ദാറ്റ് ഹാസ് ബീൻ പുട്ട് ഇൻ. അതിനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും. സോ ഐ ഫൈറ്റ് ഫോർ പീപ്പിൾ ഹൂ സ്റ്റാൻഡ് നിയർ മീ, അറൗണ്ട് മീ, ബിഹൈൻഡ് മീ, ഇൻ ഫ്രണ്ട് ഓഫ് മീ. അതൊരു ബേസിക് നേച്ചറായി പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ജയഗണേഷിൻ്റെ കാര്യം വന്നാൽ അത് പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷമുണ്ട്, ആവേശമുണ്ട്, അതിന് മുമ്പ് ആടുജീവിതമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ണിയുടെ കൊളീഗ്സ് കൂടിയാണ്. അപ്പോൾ ഈ സിനിമകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാ സിനിമകൾക്കും ഞാൻ ഗിവ് മൈ ബെസ്റ്റ് വിഷസ്. ബിക്കോസ് ഇപ്പോൾ ഞാൻ ഈ എടുത്ത എല്ലാ എഫേർട്ടും അവരെടുത്തിരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ഐ ഓൾസോ ബിലീവ് ഇൻ മൈ ഫിലിം. ബിക്കോസ് ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് എൻ്റെ സിനിമ വിജയിക്കണം തന്നെ എൻ്റെ ആഗ്രഹം. എന്നാൽ മറ്റ് സിനിമകൾ പരാജയപ്പെടാനും പാടില്ല. ബിക്കോസ് ഇന്ന് മലയാള സിനിമയുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് 3-4 സിനിമകൾക്ക് ഈസിലി സർവൈവ് ചെയ്യാൻ പറ്റും. ഏത് ജോണറാണെങ്കിലും. ഏത് ജോണർ. അപ്പോൾ എൻ്റെ ജോണറിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഐ ഹാവ് നോട്ട് സീൻ ദോസ് ഫിലിംസ്. പക്ഷേ ട്രെയിലറും പാട്ടൊക്കെ കണ്ടിട്ടുണ്ട്. സൗണ്ട്സ്, ലുക്സ് ആൻഡ് ഫീൽസ് ഗുഡ്. അപ്പോൾ ഗുഡ് പാർട്ട് ഈസ് ദാറ്റ് ഈ എല്ലാം എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നൊരു സിനിമ വരുമ്പോൾ നല്ല സിനിമ, പ്രതീക്ഷകളുള്ള സിനിമകൾ വരുന്നുണ്ട്. സോ മേ ഓൾ ദ ഫിലിംസ് ഡു വെൽ. അതാണ്. ഇപ്പം ഈ ഉണ്ണിയുടെ ഇത്ര ഇഷ്യൂസിലൂടെ കടന്നു പോകുമ്പോൾ ഈ സിനിമയിലുള്ളൊരു സൗഹൃദം ഉണ്ടല്ലോ, അതൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ടായിരുന്നു അവിടെ? ഐ ഹാവ് നോട്ട് ആസ്ക് ഫോർ എനി ഹെൽപ്പ് ഓർ എനിത്തിങ്. അത് ഞാൻ എൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആയിട്ടാണ് കണ്ടത്. അല്ലാണ്ട് ആരും ഇങ്ങോട്ട് വിളിക്കുക അങ്ങനെ സംസാരിക്കുന്നുണ്ടോ? നത്തിങ് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനത്തെ ഒരു സിമ്പത്തി, അയ്യോ എനിക്കിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, ഐ ഡോണ്ട് അലൗ ദം ടു ഗെറ്റ് ദാറ്റ്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ അങ്ങനത്തെ ഒരു വൈബ് കൊടുക്കാറില്ല. ദാറ്റ് സംബഡി ഹാസ് ടു കം ആൻഡ് ഹെൽപ്പ് ഉണ്ണി. എന്നെ മീറ്റ് ചെയ്യുമ്പോൾ ദേ വിൽ ഫീൽ എൻ്റെ ചുറ്റും ഒന്നും നടന്നിട്ടില്ലെന്ന്. ദേ വിൽ ഹിയർ ഇറ്റ് ആൻഡ് ദേ വിൽ കേൾക്കുമോ അങ്ങനെ ഇങ്ങനെയായിരുന്നു. ഒരുപാട് പേർക്ക് ഷോക്കിംഗ് ആയിരുന്നു ഉണ്ണി ഇങ്ങനെ പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ. അല്ലെങ്കിൽ ആൻഡ് ഒരുപാട് പേര് അത് അപ്രീഷിയേറ്റ് ചെയ്തു, ഡിസ്റെസ്പെക്ട്. ബട്ട് ഐ ഡോണ്ട് അലൗ എനിബഡി ടു. ബിക്കോസ് അവർക്ക് അവരുടെ ലൈഫുണ്ട്, അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്, കരിയറുണ്ട്. ദേ ഹാവ് ഇനഫ് തിങ്സ് ടു ടേക്ക് കെയർ ഓഫ്. എൻ്റെ കാര്യം നോക്കാനുള്ള കൺട്രോൾ ആൻഡ് എവറിത്തിങ് എനിക്കുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഇതൊരു ഇലക്ഷൻ ടൈം കൂടിയാണ്. ഉണ്ണി മുകുന്ദനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഉണ്ണി ഇലക്ഷന് മത്സരിക്കുമോ? മത്സരിക്കുമോ? ഇല്ല, യു ആർ ടു ലേറ്റ്. അത് സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ വന്നു കഴിഞ്ഞു. ഭാവിയിൽ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഐ എം വെൽ അവെയർ ഓഫ് ഇറ്റ്. ഐ എം വെൽ അവെയർ ഓഫ് ഇറ്റ്. ഐ മീൻ എവ്രി വൺ ഷുഡ് ബി. അത്രമാത്രമേ ഇന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കാര്യം വെച്ചാൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് ഞാൻ 5 വർഷം മുന്നേ റെഡിയാണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. സോ ഐ എം ഓൾറെഡി 5 years ലേറ്റ്. ദിസ് വാസ് ദ സെയിം തിങ് വിത്ത് മൈ പ്രൊഡക്ഷൻ ഓൾസോ. ഐ വാസ് റെഡി 5 years ഏർലിയർ. എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഈ എക്സിക്യൂഷൻ ചെയ്യാനുള്ള ടൈം കുറച്ച് സ്മൂത്തനാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വേറെ ഒന്നും, എൻ്റെ ആക്ടിങ് ഒബ്ലിഗേഷൻസ് ആണ് ഇതിൻ്റെ പ്രൈമറി കൺസേൺ. ബിക്കോസ് സംടൈംസ് യു ഡോണ്ട്, ബിക്കോസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വേറെ ഡയറക്ടേഴ്സ് ഉണ്ട്. പെട്ടെന്ന് ഒരു ആക്ടർ ഡയറക്ഷൻ സ്പേസിൽ പോകുമ്പോൾ ലോട്ട് ഓഫ് തിങ്സ് ഗെറ്റ്സ് സ്റ്റില്ലായി പോകുന്നതാണ്. ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എഴുത്തും ഞാൻ തന്നെ എഴുതും. അങ്ങനെ ഒരു ഫസ്റ്റ് പടം അങ്ങനെ ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് ആരും ഉപദ്രവിക്കാതെ ചെയ്യണമെന്നുണ്ട്. പോസിബിളി ഐ വിൽ പ്രൊഡ്യൂസ് ഇറ്റ്. സോ ആർക്കും ഒരു പ്രശ്നമില്ല. മോസ്റ്റ് പ്രോബബ്ലി ഐ ആക്ട് ഇൻ ഇറ്റ് ഓൾസോ. അപ്പോൾ ഇറ്റ് വിൽ ബി എ വെരി പേഴ്സണൽ സ്റ്റഫ്. ദാറ്റ്സ് ഇറ്റ്. അതിലിപ്പോൾ ഗന്ധർവയുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഗന്ധർവ ഒരു എൻ്റെ ഭയങ്കര ഒരു ഞാൻ കാത്തു സൂക്ഷിക്കുന്ന എന്നാൽ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. The team is constantly ഒരു സ്ലോ ബ്രൂയിങ് കോഫി പോലെയാണത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ വിൽ കീപ് യു പോസ്റ്റഡ് വിത്ത് ഇറ്റ് ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച്. മൂവി കാണണം കേട്ടോ. ഷുവർ. താങ്ക് യു.